Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 3ന്റെ എപ്പിസോഡ് 10 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 137 മുതൽ 138 വരെയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഒരു 2K ലൈക്സ് ചോദിച്ചിരുന്നു. നിങ്ങൾ എനിക്ക് 2.5K ലൈക്സ് തന്നു. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ടാർജറ്റ് കൂടെ വെക്കാൻ പോകുകയാണ്. 2.6K ലൈക്സ് ആണ് നമ്മൾ വെക്കുന്ന ടാർജറ്റ്. അതായത് കഴിഞ്ഞ വീഡിയോനെക്കാട്ടും ഒരു 100 ലൈക്സ് കൂടുതൽ നമുക്ക് കിട്ടുവാൻ നോക്കിയാലോ. പിന്നെ എല്ലാ വീഡിയോസിലും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ. കാര്യം ഇഷ്ടംപോലെ കൂട്ടുകാർ, ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ കുറേ അധികം കൂട്ടുകാർ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് വന്ന് കാണാറുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഗൈസ്, ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരേപോലെ ഒരു ഗ്രോത്ത് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, നാളെ നമ്മുടെ വിഷു ആണ്. സോ അഡ്വാൻസ് ഹാപ്പി വിഷു ഗൈസ്. വിഷു ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തിരക്കുകളിൽ ഞാനും പെട്ടുപോയി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു 2 ചാപ്റ്ററിൽ ഒതുക്കാൻ പോകുന്നത്. എന്തായാലും ഇതേ കൂടുതൽ പറഞ്ഞൊന്നും ഞാൻ നിങ്ങൾ ആരും ബോറടിപ്പിക്കുന്നില്ല. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗിന്റെ സീസൺ 3ന്റെ എപ്പിസോഡ് 10 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 137, 138 ആണ്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ജിൻഹോ ഈഗ്രിസും കൂടെ ആ ഒരു ബോസ് മോൺസ്റ്ററിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ജിൻഹോയും വരുന്നുണ്ട്. അവനായിട്ട് പറയുന്നുണ്ട്, സാർ അത് അടിപൊളിയായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ജയൻസിന്റെ ബോസിനെ താങ്കൾ ഡിഫീറ്റ് ചെയ്ത കാര്യം സിസ്റ്റം എന്നോട് പറഞ്ഞത് എനിമീനെ ഡിഫീറ്റ് ചെയ്തെന്നാണ്, അല്ലാതെ ഡെഞ്ചൻ ബോസിനെ ഡിഫീറ്റ് ചെയ്തെന്നല്ല. അതിനർത്ഥം ഈ റെയ്ഡ് ഇതുവരെ ഓവർ ആയിട്ടില്ല. അതുമാത്രമല്ല, ഇവരിൽ എനിക്ക് എന്റെ ഷാഡോ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ജിൻഹോടൊക്കെ പറയുന്നുണ്ട്, സൂക്ഷിച്ച് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജിൻഹോ ബാറ്റിൽ മുകളിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ ബെറുവായിരുന്നു. ബെറുവായിട്ട് ആ ജയന്റിന്റെ വായിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നതായിരുന്നു. ജിൻഹോ പറയുന്നുണ്ട്, ഓ ഇത് നീയായിരുന്നോ? ആ ജയന്റ് മരിച്ച്. എന്നിട്ടും അതിന്റെ മാന കാരണം എനിക്ക് ബെറുവിനെ സെൻസ് ചെയ്യാൻ പോലും സാധിച്ചില്ല. പെട്ടെന്ന് ആ ഗെയിറ്റിന് എന്തോന്ന് പറ്റുന്നുണ്ട്. എന്നിട്ട് ഒരു ഹ്യൂജ് ആയുള്ള ഷോക്ക് വേവ് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ജിൻഹോ ആയിട്ട് അത് തടഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്ത് പവർഫുൾ ആയുള്ള മാന സ്ട്രോമാന്ന് നോക്കി. അല്ല ജിൻഹോ എന്തെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും ഇഗ്രിസ് ഉണ്ടല്ലോ, ഇഗ്രിസ് അവിടേക്ക് വന്നിട്ട് അവനെ സേഫ് ആക്കിയിരുന്നു. ആ ഗേറ്റ് ഈ ജയന്റിന്റെ മാന അബ്സോർവ് ചെയ്യുവാണ്. അത് മാത്രമല്ല, അതിന്റെ മാന കൊണ്ട് മാത്രം എന്റെ ശരീരം മുറിയുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ജിൻഹോ, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ ഗേറ്റിന്റെ ഉള്ളിലേക്ക് പോകുവാണ്. ഇതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ജിൻഹോ ആ ഒരു ഗേറ്റിന്റെ അകത്തേക്ക് കയറുന്നുണ്ട്. പുള്ളിക്കാരൻ അകത്തേക്ക് കയറിയത് ഞെട്ടിപ്പോയി. കാര്യം അത് വലിയ മാസീവ് ആയിട്ടുള്ളൊരു റൂമായിരുന്നു. മാസീവ് എന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു റൂം. പെട്ടെന്ന് ബെറോ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മൈക്കിങ്, താങ്കൾക്ക് അത് കേൾക്കാമോ? എനിക്കും കേൾക്കാം. എന്ത് വിയർഡായിട്ടുള്ള ഒരു ലാഫാണല്ലേ. അതായത് ആ ഒരു സമയത്ത് ആരോ ഒരാൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു എനിമി ഗേറ്റിലേക്ക് കയറിയിട്ടു അവൻ പൊട്ടിച്ചിരിക്കുവാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, നമുക്ക് എന്തായാലും അവിടേക്ക് പോകാം. അങ്ങനെ അവൻ ചെല്ലുന്നുണ്ട്. ആ സമയത്തായിട്ട് ഒരുത്തൻ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്യൂസിംഗ് ആയിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത് ഒരു വലിയൊരു ജയന്റ് ആയിരുന്നു. പുള്ളിക്കാരനായിട്ട് കുറേയും ചങ്ങലയിൽ ഇങ്ങനെ പോയിട്ട് കിടക്കുമായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വെൽക്കം മൊണാർച്ച്, എന്നെ എന്തായാലും താങ്കൾ ഈ ചങ്ങലിൽ നിന്ന് മോചിപ്പിക്കൂ. എനിക്കറിയാം റൂളേഴ്സ് എന്താണ് പ്ലാൻ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള മൊണാർച്ചിൻ്റെ അടുക്കെ ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യണം. പെട്ടെന്നാണ് പുള്ളി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നീ എനിക്കറിയാവുന്ന ആളല്ലല്ലോ. ആരാണ് നീ ഇപ്പൊ പറഞ്ഞ ആ റൂളേഴ്സ് ഇല്ലേ, അത് അവരാണോ നിന്നെ ഇങ്ങനെ ആക്കിയത്? അതെ, അവരെന്നെ യൂസ് ചെയ്യുവാണ്. വരാൻ പോകുന്നൊരു വാറിന് വേണ്ടി എന്നെ യൂസ് ചെയ്യുവാണ്. ഞാൻ ഇത്ര നാൾ ഇന്റലിജൻസ് ഉള്ള മാജിക്കൽ ബീസ്റ്റായിട്ട് സംസാരിക്കാൻ നോക്കിയിട്ട് ആർക്കും ഇതുവരെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവന് പറ്റുന്നുണ്ട്. നീ പറ, ആരാണ് റൂളേഴ്സ്? അവർ എനിമീസാണ്, മൊണാർച്ചിന്റെ എനിമീസ്. അതായത് എന്റെ എനിമീസ് ആണെന്നാണോ ഇവൻ പറയുന്നത്? അതുമല്ല, നിന്നയിൽ ചങ്ങലയിൽ ഇടുന്നുണ്ടെങ്കിൽ അപ്പോൾ നീയും, അതെ ഞാനും ഒരു മൊണാർച്ചാണ്. എല്ലാ മൊണാർച്ചും എല്ലാ റൂളേഴ്സും ചിലപ്പോൾ നിന്റെ പുറകെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം നിനക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഇല്ല. അതുകൊണ്ട് നിനക്ക് അലൈസിനെ വേണം. അതെ, അലൈസ്. നീ എന്നെ ഫ്രീ ആക്കി വിട്. നീ ഈ സീരിയലിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക, ഞാൻ നിന്നെ സഹായിക്കാം. അതുകൊള്ളാം, ഒരു ബീസ്റ്റ് ഒരു മനുഷ്യനെ രക്ഷിക്കുമെന്നോ? നീ എന്താ വിചാരിച്ചത്? ഞാനത് വിശ്വസിക്കുന്നു. നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്തോന്നും ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ ജിനുവിന് ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്. പ്ലെഡ്ജ് ഓഫ് ട്രസ്റ്റോ, അതുമല്ല കിങ് ഓഫ് ദി ജെൻസോ. എന്തായാലും എസ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ജിനു എസ് കൊടുക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ സംസാരിക്കാൻ തുടങ്ങും. നീ എന്നെ ഇതിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ സഹായിക്കും. ഓക്കെ, ഞാൻ നിന്നെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് എന്ന് മാത്രമേ ജിനുവിന് പറയാൻ സാധിക്കുന്നുള്ളൂ. പുള്ളിക്കാരൻ പിന്നെ സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുറത്തേക്ക് ഒച്ച വരുന്നില്ല. അപ്പോൾ ആ ജയന്റിന്റെ രാജാവ് പറയുന്നുണ്ട്, പ്ലെഡ്ജ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അത് കാരണം നിനക്കൊരിക്കലും കള്ളം പറയാൻ സാധിക്കത്തില്ല. അങ്ങനെയാണല്ലേ? എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് മാജിക്കൽ ബീസ്റ്റിനെ പോലെ നിനക്ക് നിന്റെ വോയിസ് അടഞ്ഞു പോകാത്തത്? ഞാൻ നോർമലി അവരായിട്ട് സംസാരിക്കാൻ നേരത്ത് അവർക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല. മാജിക് ബീസ്റ്റോ, അതെന്തുവാണ്? മോൺസ്റ്റേഴ്സ് ഗെയിൻ്റെ അകത്തുനിന്ന് വരുന്നത്. എങ്കിൽ നിന്നോടൊന്ന് ചോദിക്കട്ടെ, ഇവരും നീയും ഒക്കെ എങ്ങനെയാണ് ഒരേ ലെവലിൽ നിൽക്കുന്നത്? അതെങ്ങനെ സാധ്യമാകും? നിനക്കറിയാവോ, ഈ ഡിനൈസ് ഓഫ് കെയർസ് എന്ന് പറയുന്നത് പണ്ടത്തെ ഗെയിലിൽ നിന്ന് വന്നിരുന്ന കുറച്ച് സ്ട്രാങ്കിൾസ് ആയിരുന്നു. അവരെ റൂളേഴ്സ് പിടിച്ചു കെട്ടി അവരെ തടങ്കിലാക്കി വെച്ചതാണ്. അങ്ങനെ പതുക്കെ അവരുടെ ബോധവും അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അവരെ കൂട്ടല്ല, ഞാൻ ഒരു രാജാവാണ്. എൻ്റെ സൈനിറ്റി ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുവാണ് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഞാൻ നിന്നെ കണ്ടുമുട്ടിയത്. അല്ല, ഒരു കാര്യം കൂടെ, ഈ റൂളേഴ്സ് എന്ന് നീ ഉദ്ദേശിക്കുന്നത് ആ സിൽവർ ആർമറി വരുന്ന വെളുത്ത ചിറകുകളുള്ള അവരെയാണോ? അതെ, അവർ തന്നെ. അവരാണ് റൂളേഴ്സിന്റെ സോൾജിയേഴ്സ്.
അല്ല, വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ റൂളേഴ്സ് എന്തിനാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഈ ബീസ്റ്റിനെ കഴിച്ചു വിടുന്നത്? അതോ അത് നിനക്കറിയണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു യുദ്ധത്തിനെ പറ്റി, ഭാവിയിൽ വരാൻ പോകുന്ന ഒരു യുദ്ധത്തിനെ പറ്റി. അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുവാണ്. നിന്റെ ലോകം ഒരു ബാറ്റിൽ ഫീൽഡാക്കി മാറ്റാനാണ് പോകുന്നത്. റൂളേഴ്സും മൊണാർച്ചുമുള്ള ഒരു ഫൈറ്റിന്റെ ബാറ്റിൽ ഫീൽഡ്. ഇല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ മാജിക്കൽ ബീസ്റ്റ് ഞങ്ങളുടെ ലോകത്തേക്ക് വന്നാൽ അതെങ്ങനെയാണ് ഒരു ബാറ്റിൽ ഫീൽഡായിട്ട് മാറുന്നത്? അത് സിമ്പിൾ അല്ലേ? അവർ നിങ്ങളുടെ ലോകത്തേക്ക് വന്നാൽ നിങ്ങളുടെ ലോകത്ത് മുഴുവൻ മാനയാൽ സമ്പുഷ്ടനാകും. നീ പറയുന്ന ഈ മാജിക്കൽ ബീസ്റ്റ് അല്ലേ, അവർ കാണാൻ നേരത്ത് ഒരു കേഴ്സ് പോലെയാണെങ്കിലും അവരുടെ ഉള്ളിലെ മാന അതൊരു ബ്ലെസ്സിങ് പോലെയാണ്. പലരും ഇത് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഹണ്ടേഴ്സ് മാത്രമല്ല, ഈ ഒബ്ജക്ട്സ് ഇല്ല മാന സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അതായത് മാന ക്രിസ്റ്റൽസും എസൻ സ്റ്റോൺസും, ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ റിസോഴ്സ്. നിങ്ങളുടെ ലോകം മാനയിൽ സമ്പുഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മാനയുള്ള പല ജീവികളെയും അവിടേക്ക് വിട്ട് അവരുടെ മരണം, അവരുടെ രക്തം കൊണ്ട് ആ ലോകം റെഡിയാക്കുവാണ് അവർ ചെയ്യുന്നത്. ഓരോ ദിവസം കൂടുന്തോറും മാനയുടെ എണ്ണം കൂടിക്കൂടി വരും, അതിന്റെ ഡെൻസിറ്റി കൂടിക്കൂടി വരും. അങ്ങനെ ഒരു ദിവസം ഈ മാജിക്കൽ ബീസ്റ്റിന്റെ ബ്ലഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഒരു ഭൂമി അവർ സൃഷ്ടിച്ചെടുക്കും. മാന നിങ്ങളുടെ ലോകത്തിന് ശക്തി നൽകും. മൊണാർച്ചിന്റെ റൂളേഴ്സിന്റെ ഫൈറ്റ് താങ്ങാൻ കെൽപ്പുള്ള ഒരു ലോകമായി, ഒരു ബാറ്റിൽ ഫീൽഡാക്കി അവരതിനെ മാറ്റും. അല്ല, ഈ വാർ കഴിഞ്ഞതല്ലേ, പിന്നെ ഈ വാർ എന്ന് പറയുന്നത് അതെന്തിനെ കുറിച്ചാണ്? നിനക്ക് മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാർച്ച് റൂളേഴ്സും തമ്മിലുള്ള ഒരു റീമാച്ച്, അതാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഭൂമിയിൽ വെച്ച് നടക്കാനാണ് പോകുന്നത്. നിങ്ങളുടെ ഭൂമി ഒരു പ്യൂർ ഹെല്ലായിട്ട് മാറാൻ പോകുവാണ്. നമുക്കൊട്ടും തന്നെ സമയമില്ല. നീ എത്രയും പെട്ടെന്ന് എന്നെ അഴിച്ചുവിടാൻ നോക്ക്. നമ്മൾ രണ്ടും കണ്ട കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളായി മാറും. അപ്പോൾ ആ ജിന്നു ചോദിക്കുന്നുണ്ട്, നീ വീണ്ടും എന്നെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത് എന്തിനാണ്? അതെന്തിനാണ്? അതിന്റെ കാര്യം പറ. സത്യം പറഞ്ഞാൽ നിനക്കൊരു കുന്തം അറിയാൻ മേലല്ലേ? നീ പ്രോസസ് ചെയ്യുന്ന പവർ ഉണ്ടല്ലോ, അത് നിന്റെ അല്ല. ഇൻഫാക്ട് അത് നിന്റെ റൈറ്റ്ഫുൾ ഓണർ നിനക്ക് തന്നൊരു പവറാണ്. അത് മാത്രമല്ല, ആ ഒരു കാര്യം കണ്ടു തന്നെ ആ ഒരു മൊണാർച്ച് ബാക്കിയുള്ള മൊണാർച്ചിനെ ബിട്രെയിൻ ചെയ്തു. ഇപ്പോൾ നീ എനിമിയാണ്. അതായത് മൊണാർച്ചിന്റെ റൂളേഴ്സിന്റെ ഒരേപോലെ തന്നെ എനിമിയാണ്. പക്ഷേ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഞാൻ നിന്നെ സഹായിക്കും. അത് എൻ്റെ വാക്ക്. നീ എന്നെ സഹായിക്കത്തില്ലേ? ഓഹോ, അങ്ങനെയാണോ? നീ എന്നെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എൻ്റെ ഒരു ഷാഡോ ആയിട്ട് മാറിയാൽ പോരെ? ഇത് കേൾക്കാൻ നേരത്ത് അവനൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ജിനുവിനെ ഒന്നുകൂടെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അവൻ മനസ്സിൽ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്തോന്ന് കണ്ട പോലെ തോന്നി. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, മൊണാർച്ചിനും റൂളേഴ്സിനും ആസ്ട്രൽ ബോഡിയില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഷാഡോ ആക്കാൻ സാധിക്കത്തില്ല. ആ ഒരു റീസൺ കൊണ്ട് എനിക്കൊരിക്കലും നിന്റെ ഷാഡോ ആകാൻ പറ്റത്തില്ല. എന്താ ഇത്രം പോരെ? ഇനി നീ എന്നെ അഴിച്ചു വിടത്തില്ല? എന്താണെന്ന് അറിയാമല്ല, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടും എന്തോന്ന് എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. എന്നിട്ട് ജിനു പുള്ളിക്കാരൻ്റെ ഡാഗർ യൂസ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നുണ്ട്. ജിന്നു ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും എൻ്റെ സൈഡിൽ നിൽക്കുമെന്ന് ഉറപ്പല്ലേ? അതെ, നീ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ സൈഡിൽ നിന്നിരിക്കും. ആ ഒരു സമയത്ത് ജിൻവു അവൻ്റെ ആ ചങ്ങല മുറിച്ച് കളയുന്നുമുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു സെക്കൻഡ് ഞാൻ മറ്റാരോ കണ്ട പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ജിന്നു അവനോട് ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്യും. അല്ല, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതിനർത്ഥം നീ ഹ്യൂമാനിറ്റിയുടെ സൈഡിൽ നിൽക്കുമെന്നാണോ? പക്ഷേ അതിനുത്തരം ആ ഒരു ജയന്റ് കൊടുക്കത്തില്ല. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്? അത് പ്ലെഡ്ജ് ഓഫ് ട്രസ്റ്റ് കാരണമാണോ? പെട്ടെന്ന് പുള്ളിക്കാരൻ എന്തോന്ന് ബാക്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യും. സോ നിന്റെ പുറകിലും ഈ ഒരു എസൻ സ്റ്റോൺ ഉണ്ടല്ലേ? ഇതുള്ളത്രയും കാലം നിനക്ക് റൂളേഴ്സ് പറയുന്നത് കേൾക്കാൻ സാധിക്കുമല്ല. ബാക്കിയുള്ള ബീസിനെ പോലെ തന്നെ നിന്റെ മനസ്സിലേക്കും പറയുന്നത് മനുഷ്യരെ കൊല്ലാനല്ലേ? പെട്ടെന്ന് ആ ഒരു ജയന്റ് നമ്മുടെ ജിനുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഡോട്ട് ചെയ്ത് ജിനു മാറിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഈ ഡീല് ഞാനിവിടെ ക്യാൻസൽ ചെയ്യുവാണ്. നിന്നെ പുറത്തേക്ക് വിടുന്നത് അത് വലിയ റിസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജയന്റിന്റെ ഹൃദയത്തിലേക്ക് തന്നെ ജിനു പുള്ളിക്കാരൻ്റെ ഡാഗർ കുത്തിയിറക്കും. നീ ഒരു കലാമിറ്റിയാണ്. പെട്ടെന്ന് ആ ഒരു ജയന്റ് പറയുന്നുണ്ട്, നിനക്ക് തെറ്റി, ഞാനല്ല ഇവിടെ കലാമിറ്റി, നീയാണ് കലാമിറ്റി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളിക്കാരൻ ഒരു അറ്റാക്കും കൂടെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ജിനു തിരിച്ച് ഒരു കിഡിലിന് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ജിന്നു മുകളിലേക്ക് ചാടിയിട്ട് താഴത്തേക്ക് വന്ന് വീണ്ടും അവന് നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്താലും കൊള്ളാം, മനുഷ്യരും ബീസ്റ്റുമായുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരുന്ന നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ലോകം ഒരു ബ്ലഡി ബാറ്റിൽ ഫീൽഡായിട്ട് തന്നെ മാറും. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം, നീ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നിന്റെ കൂടെയുള്ളവരെല്ലാവരും ഈ യുദ്ധത്തിൽ മരിച്ചു പോട്ടെ എന്ന്. നീ എന്തായാലും അതിനെക്കുറിച്ച് ഓർക്കണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് ജിനു അവന്റെ തല രണ്ടായിട്ട് മുറിച്ചു കളയും. അങ്ങനെ ആ ഒരു ഡെഞ്ചൻ ബോസിനെ ജിനു ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. 9 മൊണാർച്ച് ഉണ്ടായിരുന്നു. അതിൽ ഒന്നായിരുന്നു ഇവന്റെ പേര് ലൈഗൻ എന്നായിരുന്നു. മൊണാർച്ച് ഓഫ് ദി ബിഗിനിങ് എന്നായിരുന്നു ഇവനെ അറിയപ്പെട്ടിരുന്നത്. നല്ലൊരു എക്സ്പി ആയിരുന്നു ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ ജിനുവിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കുകയും ചെയ്യും. അവനൊരു ഷാഡോ സോൾജർ ആക്കാൻ പറ്റാത്തതിൽ അവന് വിഷമമുണ്ടെങ്കിൽ കൂടിയും ആ ഒരു എസൻ സ്റ്റോൺ അവന്റെ ഒരു പ്രൈസ് വഹിക്കുമെന്ന് ജിനുവിന് അറിയാമായിരുന്നു. അതുമല്ല, ജിനു റാപ്പിഡ്ലി ലെവലപ്പായി ഇപ്പൊ കറന്റ് പുള്ളിക്കാരൻ 122ാമത്തെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ആണ്. അതിന്റെ അന്ന് രണ്ടുപേരും നടന്ന് ഒരു വീടിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ വീലായിട്ട് ഒരുത്തർ അവരെ തേടി നിൽപ്പുണ്ടായിരുന്നു. അവന്റെ പേര് ക്രിസ്റ്റഫർ റീഡ് എന്നാണ്. പുള്ളിക്കാരൻ ഒരു നാഷണൽ ലെവൽ ഹണ്ടർ ആണ്. ഡെപ്യൂട്ടി ഡയറക്ടറും മിസസ് സെൽനറും. നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിന്നോട് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഇവർ രണ്ടുപേരും പോകുന്നവരെ ഒരാളെ പോലും എന്റെ റൂമിന്റെ അടുത്തേക്ക് പോലും വിട്ടുകളയല്ലേ. എന്നിട്ട് അവർ റൂമിന്റെ അകത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ക്രിസ്റ്റഫർ റീഡ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അപ്പോൾ അവൾ പറയുകയും ചെയ്യും, ഞങ്ങൾ ഇവിടേക്ക് വന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല, സ്പെഷ്യലായിട്ട് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. സീരിയസോ? എസ്രാൻ ഗേറ്റിനെ പറ്റിയാണോ? അല്ല ക്രിസ്,
എനിക്ക് പറയാനുള്ളത് നിന്നെ പറ്റിയാണ്. നീ വരാൻ പോകുന്നൊരു ഫ്യൂച്ചറിൽ മരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.